നമസ്കാരം. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന സുപ്രധാന തീരുമാനം അമേരിക്കൻ ഭരണകൂടം എടുത്തിരിക്കുകയാണ്. H-1B വിസകൾക്ക് വാർഷിക ഫീസായി $1 ലക്ഷം ഈടാക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. നിലവിൽ ഏതാനും $1000 മാത്രം ചെലവ് വരുന്ന വിസ അപേക്ഷാ പ്രക്രിയയ്ക്കാണ് ഈ വൻ വർധനവ്. ഈ തീരുമാനം വന്നതിന് പിന്നാലെ മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ജീവനക്കാർക്ക് മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. H-1B, H-4 വിസയുള്ളവർ അടുത്ത കുറച്ചു കാലത്തേക്ക് US-ൽ തന്നെ തുടരണമെന്നാണ് മൈക്രോസോഫ്റ്റ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം JP മോർഗന്റെ ഔട്ട്സൈഡ് ഇമിഗ്രേഷൻ കൗൺസിലും H-1B വിസയുള്ളവരോട് കൂടുതൽ നിർദ്ദേശം ലഭിക്കുന്നതുവരെ അമേരിക്കയിൽ തുടരാനും രാജ്യാന്തര യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. ട്രംപ് ഭരണകൂടം H-1B വിസയ്ക്ക് $1 ലക്ഷം, അതായത് 88,09,180 രൂപയാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ പ്രഖ്യാപനം വന്നതോടെ ടെക് ലോകം വലിയ ആശങ്കയിലാണ്. നേരത്തെ $1,700 $4,500 ഇടയിലായിരുന്ന ഫീസാണ് ഒറ്റയടിക്ക് ഇത്രയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ നീക്കം ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയാണ്. ലോകത്തെ H-1B വിസ അപേക്ഷകരിൽ 70 മുതൽ 75% വരെ ഇന്ത്യക്കാരാണ്. അതിനാൽ ഈ പുതിയ ഫീസ് വർധനവ് ഇന്ത്യൻ ടെക് കമ്പനികളായ TCS, Infosys, Wipro തുടങ്ങിയവരെ സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. ചെലവ് കൂടിയതിനാൽ കമ്പനികൾ അമേരിക്കയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത്. നിലവിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പല ജീവനക്കാരോടും തിരികെ പോകരുതെന്ന് കമ്പനികൾ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുക, വിസ ദുരുപയോഗം തടയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ട്രംപ് ഇങ്ങനൊരു നീക്കത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്നത് ഒഴിവാക്കുക, പകരം അമേരിക്കൻ തൊഴിലാളികൾക്ക് പരിശീലനം നൽകാൻ കമ്പനികളെ പ്രേരിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. വളരെ ഉയർന്ന നൈപുണ്യമുള്ള തൊഴിലാളികളെ മാത്രം ആകർഷിക്കാൻ ഇത് സഹായിക്കുമെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുതിയ ഉത്തരവ് അനുസരിച്ച് സെപ്റ്റംബർ 21 മുതൽ വിസ അപേക്ഷകൾക്ക് ഫീസ് ബാധകമാകും. പുതിയതായി വിസ അപേക്ഷിക്കുന്നവർക്കും നിലവിലുള്ള വിസകൾ പുതുക്കുന്നവർക്കും ഈ ഉയർന്ന ഫീസ് തന്നെ നൽകേണ്ടി വരും. ഈ നീക്കം അമേരിക്കയിലെ പല കമ്പനികൾക്കും കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. പ്രത്യേകിച്ച് ചെറിയ സ്ഥാപനങ്ങളെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും. പുതിയ നയത്തിനെതിരെ നിയമപരവും രാഷ്ട്രീയപരവുമായ വെല്ലുവിളികൾ ഉണ്ടാവുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയിൽ H-1B വിസയ്ക്ക് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പുതിയ തീരുമാനം സാങ്കേതിക മേഖലയിലും കുടിയേറ്റക്കാരുടെ സമൂഹത്തിലും ഒരുപോലെ വലിയ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കും. ഇത് അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാകുമോ അതോ നവീകരണത്തിന് തടസ്സമാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം ഒരു വലിയ നയവ്യതിയാനത്തിന്റെ സൂചനയാണ്. ഇത് അമേരിക്കയിലെ തൊഴിൽ വിപണിയെയും സാങ്കേതിക വിദ്യയുടെ ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ചർച്ചകൾ ഉയരുന്നുണ്ട്. ഈ തീരുമാനം അമേരിക്കൻ നവീകരണത്തെ മന്ദഗതിയിലാക്കുമോ അതോ ആഭ്യന്തര തൊഴിൽ ശക്തിപ്പെടുത്തുമോ എന്നൊക്കെ കണ്ടറിയണം. അതേസമയം ഈ നീക്കം ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിൽ തന്നെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ വളർച്ചയ്ക്ക് ഇത് കൂടുതൽ പ്രയോജനമാകുമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായ വെല്ലുവിളികളും കൂടുതൽ നയപരമായ വ്യക്തതകളും ഇനിയും വരാനുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.